കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നമ്മൾ ഇന്ന് കേൾക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ തോമസ് ഊട്ടി ബ്രദർ കഴിഞ്ഞ സൺഡേയിൽ കോട്ടയത്ത് പറഞ്ഞ ഒരു നല്ല സന്ദേശം, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സന്തോഷം. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം എന്താണ് എന്ന് ഈ എപ്പിസോഡിലൂടെ അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് താനിങ്ങനെ പറയുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ഈ ലോകത്തിൽ വന്നത്, തൻ്റെ വരവിങ്കൽ ദൂതന്മാർ എങ്ങനെയാണ് പറയുന്നത്, ഇതാ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ, യേശു ഒരു വ്യക്തിയുടെ ഭവനത്തിൽ വന്നാൽ ആ ഭവനം സന്തോഷം കൊണ്ട് നിറയും. അവിടെ സാഹചര്യങ്ങളൊക്കെയും എല്ലാം ശരിയായതുകൊണ്ടല്ല സന്തോഷം, മറിച്ച് യേശു സന്തോഷമാണ്. യേശു ഉള്ളിൽ വരുമ്പോൾ ദൈവവചനം പറയുന്ന സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം, സന്തോഷം കർത്താവ് നമ്മുടെ ഉള്ളിൽ തരും. ഇന്ന് നമുക്കറിയാം, കോട്ടയത്ത് ആരാധിക്കുന്നവരിൽ പലരും എല്ലാ വിഷയങ്ങളും തീർന്നിട്ടല്ല അവർ തുള്ളിച്ചാടി ആരാധിക്കുന്നത്, മറിച്ച് അവിടെ ഉള്ളിൽ വലിയൊരു സന്തോഷം, വലിയൊരു സമാധാനം. ഒരു കാര്യം അറിയാം, യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് എൻ്റെ വിഷയങ്ങൾക്കൊക്കെയും വിടുതൽ ഉറപ്പാണ്. ദൈവവചനം പറയുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കാണ്. അപ്പോൾ ആ നന്മ കണ്ടാണ് ദൈവമക്കൾ സന്തോഷിക്കുന്നത്, ആ നന്മ കണ്ടാണ് ദൈവമക്കൾ ആനന്ദിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളോട് വീണ്ടും പറയാം, കർത്താവിൽ സന്തോഷിക്കുക, യേശുവിനെ വിശ്വസിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 1-ാമത് വാക്യം. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. ഇങ്ങനെ പൗലോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു വേദഭാഗം ഇതാണ്. അതേ കാര്യം പിന്നെയും നിങ്ങൾക്ക് എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൽ സന്തോഷിപ്പിൻ. ഉറക്കെ പറഞ്ഞാട്ടെ. ഈ ലേഖനം എഴുതിയിട്ട് പൗലോസ് അവിടെ കൊണ്ട് നിർത്തുന്നില്ല. 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം പറയുമ്പോൾ പിന്നെയും എടുത്തു പറയാണ്, കർത്താവിൽ സന്തോഷിപ്പീൻ. ഒന്നിച്ചൊന്ന് പറഞ്ഞ കർത്താവിൽ സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. ഫിലിപ്പിയർ 4:4 വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. കർത്താവിൽ എപ്പോഴും, മുമ്പേ പറഞ്ഞു കർത്താവിൽ സന്തോഷിപ്പീൻ, ഇവിടെ പറയാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും വേറെ നമുക്ക് സമയമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൽ സന്തോഷിക്കണം. ഒന്നുകൂടെ വായിച്ചാട്ടെ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു.
ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ ലേഖനക്കാരൻ ഈ ലേഖനത്തിൽ തന്നെ ഏറ്റവും എന്തോ പറയുന്നത്, നമ്മളുടെ മുമ്പിൽ ഡാൻസ് ചെയ്ത് നിൽക്കുന്ന 2 വാക്യം പോലെയാണ് എനിക്ക് ഈ വേദഭാഗങ്ങളെ തോന്നുന്നത്. 3:1 കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. അതേ കാര്യം പിന്നെയും നിങ്ങൾക്ക് എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ലാതെ പൗലൂസിന് പറയാനുള്ളത് അല്ല, പൗലൂസിനല്ല, പരിശുദ്ധാത്മാവിന് മടുപ്പില്ലാതെ ഇന്ന് ദൈവമക്കളോട് പറയാനുള്ളത് കർത്താവിൽ സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ. കരമടിച്ച് വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പഴയ നിയമകാലത്ത് പഴയ നിയമത്തിലൊരു വേദഭാഗം ഇങ്ങനെയുണ്ട്, കർത്താവിലെ സന്തോഷം നമ്മുടെ ബലം. ഒന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സന്തോഷിക്കാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. കർത്താവായ യേശുവിൻ്റെ ജനനത്തിങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയാണ് നാം കേൾക്കുന്നത്, ഇതാ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. കർത്താവായ യേശുവിൽ വിശ്വസിച്ച ലുദിയായും കുടുംബവും അവർ കർത്താവിൽ സന്തോഷിച്ചു. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും കർത്താവിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ അവിടെ ദുരാത്മാക്കൾ വിട്ടുപോയി. ജനങ്ങൾ കർത്താവിൻ്റെ വചനം സ്വീകരിച്ചു. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ആ പട്ടണത്തിൽ മഹാസന്തോഷമുണ്ടായി. ഒന്ന് പറഞ്ഞേ, മഹാസന്തോഷം. ക്രിസ്തു ചെന്നിടത്തെല്ലാം, ക്രിസ്തുവിൻ്റെ വചനം കേട്ടിടത്തെല്ലാം, പരിശുദ്ധാത്മാവ് വന്നിടത്തെല്ലാം നമ്മൾ കാണുന്ന ഒന്നാണ് മഹാസന്തോഷം. ഇവിടെ പറഞ്ഞ ഒരു വേദഭാഗം കർത്താവിൽ സന്തോഷിപ്പിൻ. ഉറക്കെ പറഞ്ഞേ, വേറൊന്നിലുമല്ല. ഈ ലോകപ്രകാരം നമുക്കൊക്കെ ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചോദിച്ചാൽ ആശങ്കയ്ക്കുള്ള പല കാര്യങ്ങൾ കാണും. വീട്ടിലെ കാര്യങ്ങൾ കാണും, സാമ്പത്തിക വിഷയങ്ങൾ കാണും, ആത്മീയ ശുശ്രൂഷയിലെ കാര്യങ്ങൾ കാണും. ഒരുപക്ഷെ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ ചിലരെതിരായി കാണും, ബുദ്ധിമുട്ടുകൾ വന്നു കാണും. ചോദിക്കാനും പറയാനുമാണെങ്കിൽ നിരവധി കാര്യങ്ങൾ നമുക്കെല്ലാം ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ഇത് എഴുതുന്ന പൗലോസ്ലീഹായും വളരെ സന്തോഷകരമായൊരു അന്തരീക്ഷത്തിലിരുന്നല്ല ഇത് എഴുതുന്നത്. താൻ ഫിലിപ്പിയിൽ സഭയ്ക്ക് എഴുതുമ്പോൾ താൻ കാരാഗ്രഹത്തിൽ നിന്നാണ് എഴുതുന്നത്. എഫേസ്യർ, ഫിലിപ്പിയർ, ഈ കൊലോസ്യർ, ഈ ലേഖനങ്ങളെല്ലാം താൻ കാരാഗ്രഹത്തിൽ എഴുതിയ ലേഖനങ്ങളാണ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയിലെ സഭയോട് പറയാണ്, കാരാഗ്രഹത്തിൽ അല്ലാത്തവരോട്, ചങ്ങലയിൽ കിടക്കുന്നൊരു പറയാണ്, നീ മടുപ്പില്ലാതെ പറയട്ടെ കർത്താവിൽ സന്തോഷിപ്പീൻ. തൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് നോക്കി സന്തോഷിക്കാനാണെങ്കിൽ പൗലൂസിനോട് സന്തോഷിക്കാൻ ഒന്നുമില്ല. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞേ, സാഹചര്യത്തിലേക്ക് നോക്കിയാൽ ചിലപ്പോൾ സന്തോഷിക്കാൻ ഒന്നും ചിലപ്പം കണ്ടില്ലെന്നിരിക്കും, പക്ഷേ കർത്താവിൽ സന്തോഷിപ്പാൻ പറ്റും. കരമടിച്ച് വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മൾ വാസ്തവത്തിൽ സാഹചര്യങ്ങൾക്കുള്ളിലല്ല, ക്രിസ്തുവിലാണ്, ക്രിസ്തുവിൻ്റെ ഉള്ളിലായിരിക്കുക. നമ്മൾ കോട്ടയത്തല്ല, ക്രിസ്തുവിലാണ്. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളുടെ അകത്തല്ല, നമ്മൾ ക്രിസ്തുവിലാണ്. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. മാത്രമല്ല, ക്രിസ്തു നമ്മുടെ ഉള്ളിലും വന്നിരിക്കുക. നമുക്ക് വേറൊരു സാഹചര്യത്തിലാണ് നമ്മൾ വേറൊരു ലോകത്താക്കപ്പെട്ടിരിക്കുക. അവൻ നമ്മെ ഉയർപ്പിച്ച സ്വർഗസ്ഥലങ്ങളിൽ ആക്കിയിരിക്കുക. ഇതൊന്നും നമ്മുടെ ബാഹ്യ കണ്ണുകൊണ്ട് കാണാവുന്ന കാര്യങ്ങളല്ല. എന്നാൽ ആത്മമണ്ഡലത്തിൽ ദൈവമക്കളോട് ഞാൻ കാര്യം പറയാം, ഇനി ഒരിക്കലും സാത്താനോ ഈ ലോകത്തിൻ്റെ ഒരു പ്രതികൂലത്തിനോ തൊടാനോ നശിപ്പിക്കാനോ കഴിയാത്ത ഒരു ചെങ്കടലിനപ്പുറത്തേക്ക് അവൻ നമ്മളെ ആക്കി കഴിഞ്ഞിരിക്കുന്നു. അതെ, പല പ്രശ്നങ്ങളും നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തുന്നുണ്ടായിരിക്കാം, പല ചോദ്യ ചിഹ്നങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം. എന്നാൽ ഒന്ന് ഞാൻ ഉറപ്പായി ദൈവമക്കളോട് പറയാം, അവയെല്ലാം കഴിഞ്ഞു പോയിരിക്കുകയാണ്. സംഹാരദൂതൻ നമ്മളെ കടന്നു പോയിരിക്കുകയാണ്. കരങ്ങൾ തട്ടി വായി തുറന്ന് കർത്താവിനെ സ്തുതിച്ചു. കർത്താവിനെ വിശ്വസിച്ച ദൈവമക്കൾക്ക് ഞാൻ പറയുന്നവരുടെ ഹൃദയത്തിൽ നന്നായി ബോധ്യപ്പെടും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഈ കണ്ണുകൊണ്ട് കാണുന്നതല്ല, ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു നിലയിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് ഗ്രഹിക്കുന്നത്. കർത്താവായ യേശു തൻ്റെ ശുശ്രൂഷ മധ്യേ എൻ്റെ സന്തോഷം നിങ്ങളിലാകണമെന്ന് പറയുന്നത് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം നമ്മൾ വായിക്കാൻ പോവുകയാണ്. യോഹന്നാൻ 15:11. അവിടെ ഈ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞ എൻ്റെ സന്തോഷം എന്നോ ഉറക്കെ പറഞ്ഞ എൻ്റെ സന്തോഷം. ആരുടെ സന്തോഷം? ഉറക്കെ പറഞ്ഞാട്ടെ, ആരുടെ സന്തോഷം? എല്ലാവരും മനസ്സിലാക്കണം, അടുത്തിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷം അല്ലെന്ന് പറഞ്ഞ്. നിങ്ങളുടെ സന്തോഷം സാഹചര്യത്തിനനുസരിച്ച് കുറയുകയും കൂടുകയും ചെയ്ത് വേറൊരാളുടെ സന്തോഷം നിങ്ങളുടെ അകത്തോട്ട് കർത്താവ് അങ്ങ് ഇംപ്ലാന്റ് ചെയ്തിരിക്കും. അതാരുടെ സന്തോഷമാ? കർത്താവിൻ്റെ സന്തോഷമാ. ഒന്ന് വായിച്ചേ, യോഹന്നാൻ 15:11. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരുപ്പാനും
നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചു. എൻ്റെ സന്തോഷം, യേശു പറയണത് ആരുടെ സന്തോഷമാ? എൻ്റെ സന്തോഷം. യോഹന്നാൻ 14:27 വായിക്കുമ്പോൾ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്ന പറഞ്ഞു. കർത്താവിൻ്റെ സമാധാനം, കർത്താവാണല്ലോ ഈ ഭൂമിയെയും ലോകത്തെ സാഹചര്യങ്ങളെയും എല്ലാം നിർമ്മിച്ചതല്ലേ? ആണോ അല്ലയോ? പറഞ്ഞാട്ടെ. ഈ ലോകത്തിൽ എന്തെങ്കിലും കണ്ടാണോ കർത്താവ് സന്തോഷിക്കുന്നത്? അടുത്തിരിക്കുന്ന ആൾ വരെ ലോകം കാണുന്നതിന് മുമ്പേ കർത്താവിന് സന്തോഷം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ നിങ്ങളുടെ സന്തോഷം സാഹചര്യങ്ങൾക്കനുസരിച്ച് വരികയും പോവുകയും കുറയുകയും കൂടുകയും ചെയ്യുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു എന്തോ പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് ഒരു ഡാൻസ് ചെയ്യുന്ന മോട്ടർ നമ്മുടെ എല്ലാവരുടെ അകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് നമ്മളുടെ കണ്ണുകൊണ്ട് കണ്ടതോ ചെവി കൊണ്ട് കേട്ടതോ നമ്മുടെ സാഹചര്യം ഒന്നും അതിനെ ബാധിക്കത്തില്ല. അതാണ് പരിശുദ്ധാത്മാവിനെ അവൻ നമ്മുടെ അകത്ത് തന്നിരിക്കുക. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പേടിച്ചരണ്ടിരുന്ന ശിഷ്യന്മാരിതാ ആനന്ദ നൃത്തത്തിൽ ആറാടുന്നു. അങ്ങനെ അവിടെ എഴുതിയിട്ടില്ലെങ്കിലും വന്നവരുടെ പ്രതികരണം കണ്ടപ്പോൾ നമുക്ക് പിടികിട്ടി, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു. കഴിഞ്ഞ 40 ദിവസം മുമ്പ് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശേഷം യഹൂദന്മാരെ പേടിച്ച് ഒരു മുറിക്കകത്ത് അടച്ചിരുന്ന ഞങ്ങളെയും കൊല്ലുമോ എന്ന സാഹചര്യങ്ങളെ ഭയപ്പെട്ടിരുന്ന ചിലർ ഇപ്പോൾ സാഹചര്യങ്ങളൊന്നും ബാധിക്കാത്ത ഒരു സൈസ് അനസ്തേഷ്യ ചെയ്തിരിക്കുക. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. സ്വർഗത്തിലേക്ക് നമ്മളെ മാറ്റിവിടുന്ന സ്വർഗത്തിൻ്റെ ഒരു അല്പം നമ്മുടെ അകത്തോട്ട് വെക്കുകയാണ്. അതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ ആസ്വദിക്കുക എന്നുള്ളതിന് വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിച്ചവർ. ഒന്നോർക്കെ പറഞ്ഞാട്ടെ, വരുവാനുള്ള. അപ്പോൾ പരിശുദ്ധാത്മാവ് ഏത് ലോകത്തിൻ്റെ ശക്തിയാ? വരുവാനുള്ള. അപ്പോൾ സ്വർഗത്തിൻ്റെ ഒരു ചെറിയ അഡ്വാൻസ് നമ്മുടെ അകത്ത് തരുന്നതായി പരിശുദ്ധാത്മാവ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മളൊരു വസ്തു വാങ്ങുകയാണെങ്കിൽ ആദ്യം എന്ത് കൊടുക്കും? ഒരു അഡ്വാൻസ് കൊടുക്കും. ഇതുപോലെ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വർഗം എന്ന് പറഞ്ഞൊരു സ്ഥലം വാങ്ങിയവരെവിടെ ഇരിക്കുന്നവർ? അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, അളവ് നൂൽ നിങ്ങൾക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. സ്വർഗമൊക്കെ വാങ്ങിയിട്ടാണോ ഇരിക്കുന്നതെന്ന് ചോദിച്ചേ. അഡ്വാൻസ് വല്ലതും കിട്ടിയോന്ന് ചോദിച്ചാട്ടെ. സ്വർഗം വാങ്ങിയ ദൈവമക്കൾ, ഇത് വാങ്ങാൻ വില കൊടുത്തത് ഞാനും നിങ്ങളുമല്ല. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊടുത്ത് സ്വർഗ സന്തോഷം മുഴുവൻ വാങ്ങി ആധാരം എഴുതി കൈ തന്നിരിക്കുക. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ആധാരം എഴുതി കൈ തന്നു എന്ന് പറഞ്ഞാൽ അതുപോലെ വാസ്തവത്തിൽ കർത്താവ് അതിൻ്റെ അഡ്വാൻസ് തന്നിരിക്കുക. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വായിക്കുന്നു, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവെന്ന അച്ചാരം തന്നും ഇരിക്കുന്നു. അച്ചാരം എന്ന് പറഞ്ഞ അഡ്വാൻസ് നമ്മൾ മേടിച്ച. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ യേശുവിൻ്റെ രക്തം കൊടുത്ത് നിങ്ങൾക്ക് കിട്ടിയ സ്വർഗത്തിൻ്റെ, അവിടെ അനുഭവിക്കാൻ പോകുന്ന സന്തോഷത്തിൻ്റെ ഒരു അഡ്വാൻസ് ഇവിടെ തന്നിരിക്കുക. അഡ്വാൻസിൻ്റെ പേരെന്ന് വിളിച്ച് പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാ. ഓർക്കെ പറഞ്ഞാട്ടെ. നമ്മൾ ഒരു വസ്തു വിൽക്കുകയാണ്, നമുക്ക് ഒരു വലിയ തുക കിട്ടാനുണ്ട്. പക്ഷേ ആദ്യം അതിൻ്റെ അഡ്വാൻസായിട്ട് 1,00,000 രൂപ കിട്ടിയാൽ അത് കിട്ടി അത് വെച്ചൊന്ന് അടിച്ചു പൊളിക്കുകയല്ലേ എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ മക്കളെ, സ്വർഗത്തിൻ്റെ ഒരു അഡ്വാൻസ്, സ്വർഗത്തിൻ്റെ അഡ്വാൻസാണെന്ന് ഓർക്കണം. അത് എന്തുമായിരിക്കുമെന്നൊന്ന് ഓർത്ത് അതിലിവിടെ അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നത് സന്തോഷം. അതിനെ തരുന്നതിനെക്കുറിച്ചാണ് യേശു ഈ പറയുന്നത്, എൻ്റെ സന്തോഷം തരുന്നെന്നും എൻ്റെ സമാധാനം തരുന്നു. യേശുവിൻ്റെ സന്തോഷം ആരുടെ സന്തോഷമാണ്? പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ്. ആ നാഴികയിൽ അവൻ ആത്മാവിൽ ആനന്ദിച്ചു എന്നിടത്ത് വായിക്കുന്നു. അപ്പോൾ യേശു സന്തോഷിച്ചത് ഏതിലാ? പറഞ്ഞാട്ടെ, ഉറക്കെ പറഞ്ഞാട്ടെ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നെന്ന് പറയുമ്പോൾ അത് ആര് കൊടുക്കുന്ന സമാധാനമാണ്? പറഞ്ഞാട്ടെ. പരിശുദ്ധ. അപ്പോൾ ക്രിസ്തുവിൽ വ്യാപരിച്ച സന്തോഷം ആര് കൊടുത്ത സന്തോഷമാണ്? ക്രിസ്തുവിൽ വ്യാപരിച്ച സമാധാനം ആരുടെ സമാധാനമാണ്? അതേ സമാധാനം ഞാൻ നിങ്ങൾക്കും തരുന്നു. പ്രതികൂലങ്ങളിലും പ്രതിസന്ധിയിലും ഭീഷണികളിലും എല്ലാം എതിരായി നിൽക്കുമ്പോഴും ഞാൻ എൻ്റെ ഉള്ളിൽ ആനന്ദിച്ച ദിവ്യ ആനന്ദവും സമാധാനവും ഞാൻ നിങ്ങൾക്ക് തരുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. സാഹചര്യങ്ങളെല്ലാം നേരെയായി കഴിഞ്ഞ് ചിരിക്കാൻ ആരെ കൊണ്ട് മുക്കും? അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ ലോട്ടറി അടിച്ചാൽ നാട്ടുകാരും സന്തോഷിക്കും. സാഹചര്യം നന്നാകുമ്പോഴുള്ള സന്തോഷമല്ല പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. സാഹചര്യം പ്രതികൂലമായിരിക്കുമ്പോൾ തന്നെ തുള്ളിച്ചാടുന്ന ഒരനുഭവം. ഹല്ലേലൂയ. ആ യെരുശലേമിൽ അവർ പെന്തക്കോസ്ത് നാളിൽ ഒന്നിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് നടക്കുമെന്ന് അറിയില്ല.
ഭീഷണികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. യേശുവിനെ ക്രൂശിച്ചവർ തങ്ങളെയും പിടിച്ചേക്കാം, പ്രതിസന്ധികൾ വന്നേക്കാം, തിരിച്ചെങ്ങനെ നാട്ടിൽ പോകുന്ന അറിയില്ല. ഒത്തിരി ചോദ്യചിഹ്നങ്ങളുമായിട്ടാണ് കർത്താവ് പറഞ്ഞത് കേട്ടവർ ആരാധനയ്ക്കിരുന്ന്. എന്നാൽ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലെ അയക്കും. നിങ്ങളുടെ കടമെല്ലാം വീട്ടുമെന്നല്ല കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ജപ്തി മാറ്റുമെന്നല്ല കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ മോൻ്റെ വിഷയങ്ങളെല്ലാം ഞാൻ ഏറ്റെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന് ഞാൻ നിങ്ങളുടെ മേലെ അയക്കും. ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ ഉണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, ഉടുക്കുമെന്നൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഭാരപ്പെടുന്ന മുമ്പേ നിങ്ങളവൻ്റെ രാജ്യം അന്വേഷിപ്പിൻ. റോമർ 14:17 പറയണ, ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. ആദ്യം അതന്വേഷിച്ചേ, ആദ്യം ഒന്ന് ആത്മാവിലയക്കേ. ആ ചിന്തകളെല്ലാം വീട്ടിൽ നിന്ന് വന്ന ഭാരമെല്ലാം വിട്ടിട്ട് ആ കിട്ടിയ അഭിഷേകമില്ലേ, അതൊന്നുകൂടെ ഒന്ന് അകത്തെടുത്ത് ഒന്നുകൂടെ ഒന്ന് തുള്ളിക്കേ. അതും ഇതുമൊക്കെ ഒന്ന് മറന്നേ, ഒന്ന് സ്തുതിച്ച് കർത്താവിനെ ആരാധിച്ചേ. പറയണം, മുമ്പേ നിങ്ങളവൻ്റെ രാജ്യം, ക്രിസ്തു നമ്മളെ ഭരിക്കുന്നതാണ് രാജ്യം. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വരുന്ന ഭരണം നടത്തുന്നതാണ് ദൈവരാജ്യം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഭരിക്കുന്നതാണ് ദൈവരാജ്യം. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഹോളി സ്പിരിറ്റ് എന്നെ നിയന്ത്രിക്കുമ്പോൾ സാഹചര്യങ്ങളെ ഞാൻ പേടിക്കില്ല. എല്ലാം പ്രതികൂലമായി നിൽക്കുമ്പോഴും അകത്തന്നെ ഭരിക്കുന്ന ദൈവാത്മാവ് പറയും, മോനെ ഒന്നും പേടിക്കേണ്ട, ഞാൻ വഴിയെല്ലാം നേരെ ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ദൈവാത്മാവ് നമ്മളോട് എന്താ പറയുക? ദൈവവചനമേ പറയത്തുള്ളൂ. കാരണം ദൈവവചനം മുഴുവൻ ആരെഴുതിയതാ? പരിശുദ്ധാത്മാവ് എഴുതിയത്. അപ്പോൾ നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാവരും പറഞ്ഞ അയ്യോപത്തോ അതാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ അകത്ത് ദൈവാത്മാവ് ഫിലിപ്പി ലേഖനം 4:13 മുതലും ഒക്കെ എഴുതിയവൻ 19 വാക്യം എഴുതിയവൻ ഇങ്ങനെ പറയും, സ്തോത്രം, എൻ്റെ ദൈവമോ സകല ആവശ്യങ്ങളും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. ബാക്കി എല്ലാവരും ആശങ്കയോടെ നിൽക്കുമ്പോൾ നമ്മുടെ അകത്ത് ദൈവാത്മാവില്ലേ ഭരിക്കുന്നത്. 1-2 പേരുടെ മുമ്പേ ദൈവരാജ്യം അന്വേഷിച്ചാട്ടെ. ദൈവരാജ്യത്തിൻ്റെ ഭരണമെന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ ഭരണമാണ്. വചനം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുകയാണ്. മനുഷ്യൻ്റെ വാക്കെന്നെ ഭരിക്കത്തില്ല, പത്രവാർത്തകളെന്നെ ഭരിക്കത്തില്ല, ഭീഷണികളെന്നെ ഭരിക്കത്തില്ല, ഗോസിപ്പുകളെന്നെ ഭരിക്കത്തില്ല, അവരും ഇവരും പറഞ്ഞു ഒന്നും എന്നെ ഭരിക്കത്തില്ല. എന്നെ വിളിച്ചവൻ, എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവൻ, അവനാണ് എന്നെ ഭരിക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ്, നിങ്ങൾ ഏതോ ഒരു ഭരണത്തിന് കീഴിലാണ്. ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, അയ്യോ എന്തോ പറയാനാ, ഞാനങ്ങ് വികാരഭരിതനായിപ്പോയി, വേണ്ടാത്തൊക്കെ പറഞ്ഞു, വേണ്ടാത്ത വർത്താനം എല്ലാം പറഞ്ഞിട്ട് നമ്മളെന്തോ പറയും, ഞാൻ എന്തായിപ്പോയി എന്ന് പറഞ്ഞാൽ വികാരത്താൽ ഭരിക്കപ്പെട്ടു. അടുത്തിരിക്കുന്ന ആൾ, വിശ്വാസി വികാരത്താൽ ഭരിക്കപ്പെടുന്നവനല്ല, വിശ്വാസി മനുഷ്യരുടെ വാക്കുകളാൽ ഭരിക്കപ്പെടുന്നവനല്ല, വിശ്വാസി ഇമോഷനുകളാൽ ഭരിക്കപ്പെടുന്നവനല്ല, വിശ്വാസി കണ്ണിന് കാണുന്ന അനുസരിച്ച് ഭരിക്കപ്പെടുന്നവനല്ല. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ്, നിങ്ങൾ എന്നെ കണ്ട് ചിരിച്ചില്ലേലും ഞാൻ നിങ്ങളെ കണ്ട് ചിരിക്കും. കാരണം നിങ്ങളുടെ വികാരമല്ലല്ലോ എന്നെ ഭരിക്കുന്നത്, എന്നെ ഭരിക്കുന്നത് പരിശുദ്ധാത്മാവാ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. 1-2 പേരോട് പറഞ്ഞ്, നിങ്ങൾ എൻ്റെ വീട്ടിൽ യോഗത്തിന് വന്നില്ലേലും ഞാൻ നിങ്ങളുടെ വീട്ടിൽ യോഗത്തിന് വരും. ആ സഹോദരി എൻ്റെ വീട്ടിൽ യോഗത്തിന് വന്നില്ല, അതുകൊണ്ട് ഞാനും എന്ത് ചെയ്യത്തില്ല, യോഗത്തിന് പോകത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഏതിനാലാ ഭരിക്കപ്പെടുന്നത്? വികാരമല്ല, ന്യായപ്രമാണം. എന്താണ്? വി ആർ നോ മോർ അണ്ടർ ദ ലോ, വി ആർ അണ്ടർ ദ സ്പിരിറ്റ്. നിയമം അനുസരിച്ച് ഞാൻ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നില്ല, ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിയമമല്ല എന്നെ ഭരിക്കുന്നത്, എൻ്റെ മേൽ വേറൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എന്നോട് പറയും, അവൻ വന്നില്ലേലും നീ അങ്ങ് പോയാട്ടെ. അതാണ് ആത്മാവിനാൽ ഭരിക്കപ്പെടുന്നവൻ ന്യായപ്രമാണത്തെ ജയിച്ചിരിക്കുന്നു. അവനാണ് ജയാളി. അവൻ സാഹചര്യത്തെ ജയിച്ചിരിക്കുന്നു. കോപമോ നിരാശയോ ഭയമോ കയ്പോ ഒന്നും ഭരിക്കാൻ സമ്മതിക്കരുത്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ്, പക്ഷി തലയുടെ മുകളിൽ കൂടെ പറക്കരുതെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കോപം ചിലപ്പോൾ ഇങ്ങനെ പറന്നു പോകും, നിരാശ ഇങ്ങനെ പറന്നു പോകും, ഭാരം ഇങ്ങനെ പറന്നു പോകും. ചിലതൊക്കെ കേൾക്കുമ്പോൾ പക്ഷേ കൈകൊടുത്ത് പറഞ്ഞാട്ടെ, തലേ വന്നിരിക്കാൻ സമ്മതിക്കരുത്. ഒക്കെ ഒന്ന് ഇരുന്നാൽ ആട്ടിവിട്ടേക്കണം. അതിന് പകരം ഓരോ കമ്പും ചുള്ളിയും കൊണ്ടുവന്ന് കൂട് കെട്ടി മുട്ടയിട്ട് അടയിരുന്ന് അവിടെ കുഞ്ഞുങ്ങളെ ഉണ്ടായി നിന്റെ തല സാത്താൻ്റെ പ്രവർത്തന മണ്ഡലമായി മാറരുത്. കർത്താവിൽ സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ. വായിച്ചേ യോഹന്നാൻ 14:27. എൻ്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് തരുന്നു.
ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, ഞാൻ പ്രതികൂലങ്ങളിൽ അനുഭവിക്കുന്ന സമാധാനം എൻ്റേതാ നിങ്ങൾക്ക് തരുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ദൈവമക്കളൊരു കാര്യം അറിയണം, നമ്മുടെ വിശ്വാസം പോലും നമ്മുടെ വിശ്വാസമല്ല, ദൈവം ദാനമായി തന്ന വിശ്വാസം. എല്ലാം കർത്താവിൻ്റെ നമുക്കെടുത്ത് തന്നിരിക്കുക. ദൈവത്തിൻ്റെ വിശ്വാസം, ഉറക്കെ പറഞ്ഞേ, ദൈവത്തിൻ്റെ സമാധാനം, പിന്നെ ദൈവത്തിൻ്റെ സന്തോഷം. ക്രിസ്തു ക്ഷമിച്ച പോലെ നിങ്ങൾ ക്ഷമിപ്പീൻ. അടുത്തിരിക്കുന്നവർ ദൈവത്തിൻ്റെ ക്ഷമ എന്ന്, ദൈവത്തിൻ്റെ സ്നേഹം. റോമർ 5 പറയണ ദൈവത്തിൻ്റെ സ്നേഹം ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത് പകർന്നിരിക്കുന്നു. അടുത്തിരിക്കുന്നവർ നിങ്ങളുടെ സ്നേഹം കൊണ്ട് എന്നെ സ്നേഹിക്കരുതെന്ന് പറ. അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം. ഇടയ്ക്ക് കൂടും പിന്നെ കുറയും. പറഞ്ഞാട്ടെ, ഇന്ന് ചിരിക്കും നാളെ ചിരിക്കത്തില്ല. അതല്ലേ നിങ്ങളുടെ സ്നേഹം. ദയവായി നിങ്ങളുടെ സ്നേഹം ഇവിടെ കൊണ്ടുവരരുത്. നിങ്ങളുടെ അകത്ത് ദൈവം പ്ലാൻ ചെയ്തൊരു സ്നേഹമുണ്ട്. നിങ്ങളുടെ അകത്ത് ദൈവം രക്ഷിക്കപ്പെട്ടപ്പോൾ ഇട്ടൊരു സ്നേഹമുണ്ട്. പരിശുദ്ധാത്മാവ് തന്നൊരു സ്നേഹമുണ്ട്. അതിന് മാറ്റമില്ല, അതിന് ഗതിഭേദമില്ല, അതിന് ഉയർച്ച താഴ്ചകൾ വിഷയമല്ല. അതെല്ലാവരെയും സ്നേഹിക്കും. ഓ, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. തോമസ് ബ്രദറെ, അത്ഭുത സൗഖ്യമാ സഹോദരിക്ക് ലഭിച്ചിരിക്കുന്നത്. 5 മാസത്തിലേറെയായി ഉണ്ടായിരുന്ന ഷോൾഡർ പെയിനും മുട്ടുവേദനയും കർത്താവിനെ സൗഖ്യമാക്കി. എന്തായിരുന്നു പ്രയാസം? ഷോൾഡർ പെയിൻ കാരണം എനിക്ക് എഴുതാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. ജീവൻ പോണ പോലുള്ള വേദനയായിരുന്നു. പക്ഷെ ഇപ്പൊ ദൈവം അത്ഭുതകരമായിട്ട് വിടുതൽ തന്നു. ഈ മീറ്റിംഗിനിടയിൽ സഹോദരി തന്നെയാണോ പ്രാർത്ഥന? അല്ല, ബ്രദർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച സമയത്ത് എന്തോ ഒരു കുഴയുന്ന പോലെ തോന്നി. ഇപ്പോൾ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. എത്ര നാളായിട്ടുണ്ടായിരുന്നു? 6 മാസത്തിലധികമായിട്ടുണ്ടായിരുന്നു. പൂർണ്ണ സൗഖ്യമായി. നമുക്ക് കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നമ്മൾ സന്തോഷിച്ചാൽ, കർത്താവിലുള്ള സന്തോഷം വരുമ്പോൾ നമ്മുടെ നാവ് മൗനമായിരിക്കത്തില്ല. നമുക്കറിയാം, അപ്പോസ്തലന്മാർ അവർ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ചു. ആരാധനയുടെ മധ്യത്തിൽ അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങളെല്ലാം മാറ്റി, നമ്മളിന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ നമ്മൾ നിന്നുകൊണ്ട്, യേശു എന്നെ കൈവിടത്തില്ല, എൻ്റെ യേശു എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ നിന്ദിക്കപ്പെടുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല, എൻ്റെ യേശു എൻ്റെ കർത്താവാണ്, അതുകൊണ്ട് തന്നെ എല്ലായിടത്തും എല്ലായ്പ്പോഴും എനിക്ക് ജയമുണ്ട്. ഇന്ന് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഈ പ്രയാസം അത് നാശത്തിനല്ല, തകർച്ചയ്ക്കല്ല, അത് നിങ്ങളുടെ നന്മയ്ക്കാക്കി കർത്താവ് മാറ്റും. അത് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത പടി അനുഗ്രഹത്തിലേക്ക് കർത്താവ് നിങ്ങളെ മാറ്റാൻ പോകുക. യേശുവിനെ ഒന്ന് വാസ്തവമായി രുചിച്ചറിയുവാൻ, യേശുവിനെ വാസ്തവമായി ഒന്ന് മനസ്സിലാകുവാൻ ഇന്നത്തെ വിഷയങ്ങൾ നിങ്ങൾക്ക് കാരണമായി തീരും. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ ഒരു മനസ്സോടെ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങളുടെയൊക്കെയും ജീവിതത്തിൽ പല പ്രയാസങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ വിഷയങ്ങളിലേക്ക് നോക്കുന്നില്ല. ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അങ്ങ് ഞങ്ങളുടെ സകല വിഷയങ്ങൾക്കും മതിയായവനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ യേശുവേ, അവിടുന്ന് ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനും മനസ്സ് തകർന്നവരെ വിടുവിക്കുന്ന കർത്താവുമാകിയാൽ സ്തോത്രം. കർത്താവിൻ്റെ സന്തോഷം ഓരോ ഉള്ളങ്ങളിലും ഇപ്പോൾ തന്നെ നിറയട്ടെ. അവരുടെ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം മാറട്ടെ. അവരുടെ മുമ്പിൽ പിശാച് കാണിച്ചിരിക്കുന്ന ആ നിരാശ, ആ ദുഃഖം, ഇതെല്ലാം മാറി അവിടെ വലിയൊരു സമാധാനവും സന്തോഷവും വ്യാപരിക്കട്ടെ. ശരീരത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അടഞ്ഞിരിക്കുന്ന കണ്ണുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. കണ്ണുകൾക്ക് കാഴ്ചശക്തി പൂർണ്ണമായിട്ട് മടങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ലിവർ സിറോസിസ് സൗഖ്യമാകട്ടെ. ശാരീരികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. എൻ്റെ കർത്താവിൻ്റെ സ്വസ്ഥത, കർത്താവിൻ്റെ സന്തോഷം ഓരോ ഉള്ളങ്ങളിലും ഇപ്പോൾ തന്നെ നിറയട്ടെ. എൻ്റെ കർത്താവെ, അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ ഓരോരുത്തരെയും തൊടുന്നതിനായി സ്തോത്രം. അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ തന്നെ നൽകുന്നതിനായി നന്ദി. ഭവനത്തിൻ്റെ വിഷയങ്ങളെല്ലാം മാറട്ടെ. സാമ്പത്തികമായി ഇവർക്ക് വഴികളും വാതിലുകളും തുറക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഓരോരുത്തരെയും തൊടുന്നതിനായി സ്തോത്രം. ദുഃഖവും നിരാശയും കരച്ചിലും പല്ലുകടിയും മാറി അവിടെ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ആരാധനയും ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കുന്നതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. വിടുവിച്ചിരിക്കാൻ നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.